നമസ്തേ. രത്നങ്ങൾ പ്രകൃതിയുടെ ഒരു വരദാനമാണ്. ഗ്രഹങ്ങൾ തരുന്ന ഊർജം മനുഷ്യരിലേക്ക് കടത്തിവിടാനുള്ള സവിശേഷത രത്നങ്ങൾക്കുണ്ട്. രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സർ. നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ രത്നങ്ങളെക്കുറിച്ചും അതിൻ്റെ വിവിധ മൈനുകളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. അപ്പം ഓരോ മൈനിൽ നിന്ന് കിട്ടുമ്പോൾ ആ രത്നങ്ങൾക്ക് വരുന്ന വിവിധ കനികളിൽ നിന്ന് വരുന്ന രത്നങ്ങൾ, അപ്പം അതിന് വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന് കളർ ചേഞ്ചസ് കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. ഇപ്പം മെയിനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ യെല്ലോ സഫയറിനെ കുറിച്ചും അതുപോലെ തന്നെ ബ്ലൂ സഫയറിനെ കുറിച്ചും ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. ഒരുപാട് കല്ലുകൾ വരുന്നുണ്ട് കേട്ടോ. ബ്ലൂ സഫയർ, യെല്ലോ സഫയർ, പിങ്ക് സഫയർ ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന സഫയർ ഗ്രൂപ്പിൽ പെടുന്ന രത്നങ്ങളാണ്. ഇതിൻ്റെ എല്ലാം ഹാർഡ്നെസ് 9 എന്ന് പറയുന്ന ഹാർഡ്നെസ് വരുന്നു. 10 ഡയമണ്ട്, നെക്സ്റ്റ് ഡയമണ്ട്, സഫയർ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസ് ആണ്. ഇതിൻ്റെ എല്ലാം ഒറ്റ മിനറൽ ഗ്രൂപ്പ് കൊറാംഡം എന്ന് പറഞ്ഞ മിനറൽ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് അതല്ലാതാണ്, പക്ഷെ ഇതിൻ്റെ എല്ലാം കളറുകൾ കാര്യങ്ങളെല്ലാം ചേഞ്ച് ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സഫയർ ഗ്രൂപ്പിൻ്റെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഒരു ശ്രീലങ്കയിലാണ്. ഇതിനകത്ത് നമുക്ക് ഇപ്പം പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കൂടുതൽ കല്ല് കച്ചവടക്കാരും ഒക്കെ ശ്രീലങ്കക്കാരാണ് മിക്കവാറും. നമ്മുടെ കേരളത്തിലും ഒന്നുമല്ല, ഈ ഇന്ത്യ ഒട്ടുക്ക് അവർ ആണ് ഈ കല്ലും കൊണ്ട് നടക്കുകയും സഫയർ സപ്ലൈ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ പതുക്കെ പുതിയ മൈനുകളും ഇപ്പം പറഞ്ഞതുപോലെ ബാങ്കോക്ക് അല്ലെങ്കിൽ തായ്ലൻഡ്, ആഫ്രിക്കൻ അങ്ങനെയുള്ള മൈനുകളും ഇങ്ങനെ പഴയ തന്നെയാണ്. എന്നാലും ഒരുപാട് മൈനുകളുണ്ട്, പുതിയ മൈനുകൾ വരുന്നുണ്ട്, ഒരുപാട് ഇത് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോന്നിൻ്റെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമായിരുന്നു ഈ രത്നങ്ങളുടെ ഒരു ലഭ്യത അനുസരിച്ചിട്ട് അതിൻ്റെ ഈ വിലയിൽ വരുന്ന ഒരു മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ അതിനൊരു സ്കേഴ്സിറ്റി ഉള്ള രത്നങ്ങൾ, നല്ല രത്നങ്ങൾ എനിക്ക് വില ഉണ്ടാവും. ധാരാളമായിട്ട് മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരുപാട് കല്ലുകൾ നമുക്ക് ഒരു റീസണബിൾ പ്രൈസിങ്ങിൽ കിട്ടും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത്, നല്ല രത്നങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും കിട്ടും മാർക്കറ്റിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു വിലകളിലുള്ള ഒരു ഏറ്റക്കുറച്ചിലുകൾ മൈനുകളും അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ സംഭവിക്കും. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്ന കാര്യങ്ങളായിരുന്നു ധനുരാശിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഒരു വളരെ പറഞ്ഞു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്, ധനുരാശി ആയിരുന്നിട്ടും ആ വ്യക്തിക്ക് നമ്മൾ യെല്ലോ സഫയർ നമ്മൾ ഡിഫറെൻ്റ് ആയിരുന്നു. അവിടെ നമ്മൾ ആൾക്ക് കൊടുത്തത് ഈ പറയുന്ന ഇന്ദ്രനീലം ബ്ലൂ സഫയർ ആണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പം നമ്മൾ ആ ഒരു എപ്പിസോഡിൽ ഈ ധനുരാശിക്കാർക്ക് അല്ലെങ്കിൽ ധനുരത്നക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻസിനെ കുറിച്ച് പറഞ്ഞു. അവർക്ക് അനുയോജ്യമായിട്ടുള്ള പൊസിഷൻസ്, അതായത് വ്യാഴത്തിൻ്റെ ഓൺ ഹൗസസ് ആണ്, അതിൻ്റെ എക്സോൾട്ടഡ് ഹൗസസ് ആണ്. അതുപോലെ തന്നെ ഈ വ്യാഴത്തിൻ്റെ നീചപ്പെട്ടു പോയ അല്ലെങ്കിൽ നീചപ്പെട്ടു വരുന്ന ആ ഹൗസസ് ഏതിലായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നു അത് മകരം എന്ന് പറയുന്ന രാശിയിൽ ഡെബിലിറ്റേഷൻ സംഭവിക്കും. അപ്പം ധനു ലഗ്നമാണ്, ലഗ്നാധിപനായിരിക്കുന്ന വ്യാഴം ഡെബിലിറ്റേഷൻ സംഭവിച്ച് നീചപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് യെല്ലോ സഫയർ കൊടുക്കാം. നീചപ്പെട്ട് നിൽക്കുകയാണെങ്കിലും ഈ ലഗ്നാധിപൻ നീചപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് ഈ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് അത് എൻഹാൻസ് ചെയ്യാം. വളരെ വ്യത്യാസമുണ്ട്. ഒരു N നമ്പേഴ്സ് ഓഫ് എനിക്ക് ചാർട്ടുകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് കൊടുത്തതെല്ലാം ഭയങ്കര റിസൾട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ക്യാരറ്റേ ഞാൻ കൊടുക്കും. ഇപ്പം തന്നെ അവൾക്ക് ഭയങ്കര വ്യത്യാസമുള്ളൂ ആളുടെ. കാരണം വളരെ ആരോഗ്യപരമായിട്ടും ലഗ്നം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ബോഡിയാണ്, മൈസെൽഫ്, ഞാൻ തന്നെ, എൻ്റെ ബോഡിയും കൂടെ, എൻ്റെ ശരീരം, എൻ്റെ ആരോഗ്യം എല്ലാം ഈ ലഗ്നത്തേലാണ് ബേസ് ചെയ്ത് നിൽക്കുന്നത്. അതിന് നീചത്വം സംഭവിച്ചാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ശരീരത്തിനൊരു ഉണർവ് കുറയും, എനർജി കുറയും. അതെല്ലാം നമുക്ക് ഈ സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നല്ല ഒരു 4-5 ക്യാരറ്റിൻ്റെ യെല്ലോ സഫയർ കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം ഇനിയിപ്പോൾ അതൊന്നും പറ്റുന്നില്ല, അത്ര നമുക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ വലിയൊരു ക്യാരറ്റ്
സിട്രിനോ ടോപ്പാസോ കൊടുക്കാം. അതിന് പകരമായിട്ട് ഒരു മഞ്ഞ കല്ല് വരുമ്പോൾ തന്നെ വ്യത്യാസം വരും. അതായത് ഈ ഒരു ആ ഒരു കളറിന് തന്നെ ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ഞാൻ വന്നപ്പോൾ നമുക്ക് പല ആൾക്കാരാണല്ലോ വരുന്നത്. അപ്പോൾ ചിലർ പറയും സാർ ഞാനൊരു ഈ പറഞ്ഞ പോലെ ഒരു ചുമലക്കല്ല് അല്ലെങ്കിൽ ഒരു മഞ്ഞക്കല്ല് ഞാൻ വെറുതെ മേടിച്ചിട്ടാവും വഴിയിൽ നിൽക്കുന്ന. പക്ഷേ എനിക്കിത് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നു. അപ്പോൾ ആ കളറ് പുള്ളിക്ക് മാച്ചിങ്ങാണ്. ചിലരൊക്കെ ചില വലിയ കല്ലുകൾ നമ്മൾ കാണുന്നതുണ്ടല്ലോ, ചിലപ്പോൾ അവർ അത് വെറുതെ ഒരു നിസ്സാര വിലയ്ക്ക് മേടിച്ചിട്ടിരിക്കുന്നതായിരിക്കും, എന്നാൽ അവർ ദൂരത്തില്ല. ഇതെനിക്ക് എൻ്റെ ഫാദർ തന്നാണ്, ഫാദറിൻ്റെ കയ്യിൽ കിടന്ന കല്ലാണ്, പക്ഷേ എനിക്കത് വളരെ നന്നായിട്ട് തോന്നുന്നു എന്ന് പറയും. അപ്പോൾ കളറ് വളരെ ഇമ്പോർട്ടൻ്റ്. ഈ സഫയർ ഗ്രൂപ്പ് ഓഫ് കല്ലുകളെല്ലാം എല്ലാവർക്കും മാച്ച് ചെയ്യാതെ തന്നെ ഇതിനകത്തെ കണ്ടൻസ് എല്ലാം ഒന്നാണെങ്കിൽ തന്നെ അതിൻ്റെ കളറിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അതിന് മാച്ച് ആകാത്തത്. കളർ ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നീജപ്പെട്ടിരിക്കുകയാണെങ്കിൽ പോലും ലഗ്നം അവിടെ നീജപ്പെട്ട അവസ്ഥയിലാണ്, എന്നാൽ പോലും ആൾക്ക് യെല്ലോ സഫയർ കൊടുത്തിട്ട് അത് നല്ലൊരു ക്യാരക്ടേജ് കൊടുക്കണം അല്ലേ? നല്ലൊരു ക്യാരക്ടേജ് കൊടുക്കണം. നല്ല ക്യാരക്ടേജ് കൊടുത്താൽ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഒന്ന് ആ ഒരു നീജപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയെ മാറ്റി നമുക്ക് ഒരു ഉന്മേഷവാനാക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് ആ മീന ലഗ്നമാണെങ്കിലും നമുക്ക് ഈ നീചത്തിൽ നിൽക്കുവാണെങ്കിലും നമുക്ക് കൊടുക്കാം. കാരണം മീന ലഗ്നം വരുമ്പം ലഗ്നാധിപനുമാണ് 10th ഹൗസ് കർമ്മം തരുന്ന ധനു. അതുപോലെ മീനത്തിൻ്റെ നമ്മൾ കൗണ്ട് ചെയ്ത് വരുമ്പം 10ാമത്തെ ഹൗസ് ധനുവായി. ധനു ഈ മീനലഗ്നക്കാരൻ്റെ കരിയർ ഏരിയ, ജോബ് ഏരിയ, അത് പോയി നീചപ്പെട്ട് നിന്നാൽ സഫയർ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അയാളുടെ ഹെൽത്തും അയാൾക്കൊരു വൈറ്റാലിറ്റിയും അതുപോലെ കരിയറിൽ പുള്ളിക്ക് ഒരു ഉയർച്ച ഉണ്ടാവും. അവിടെയും ഈ യെല്ലോ പ്രൊമോഷൻ ഇങ്ങനെ നിൽക്കുന്നതാണെങ്കിലും പെട്ടെന്ന് ചേഞ്ച് വരും. ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്, അത് വെറുതെ പറയുന്നതല്ല. കല്ലുകളെക്കുറിച്ച് നമ്മൾ വെറുതെ അല്ല പറയുന്നത്. അതുകൊണ്ടാണല്ലോ കല്ലുകളുടെ സവിശേഷതയും എത്രയോ തലമുറകളും നൂറ്റാണ്ടുകളായിട്ടും ഈ കല്ലുകൾ വളരെയധികം വാല്യുബിളായിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ട് നിൽക്കുന്നത്. പ്രകൃതി തന്നിരിക്കുന്ന യഥാർത്ഥ ഒരു ഗിഫ്റ്റാണ് മനുഷ്യന്. അത് കണ്ടറിഞ്ഞ് നോക്കിയും കണ്ടും വേണം അത് ഉപയോഗിക്കാനായിട്ട്. വാരി വലിച്ചല്ല കല്ലുകൾ ധരിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇവിടെ വാരി വലിച്ച് കല്ലുകൾ ഉപയോഗിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതൊരിക്കലും അഡ്വൈസബിൾ അല്ല. നമ്മൾ കൃത്യമായിട്ട് അതിനെ നമ്മൾ പരിശോധിച്ച് വിശകലനം ചെയ്ത് അനുയോജ്യമായ രത്നത്തിലേക്കും അത് കൃത്യമായിട്ടുള്ള തൂക്കത്തിലും വേണം. പലരും ഓപ്പോസിറ്റ് കല്ലുകളൊക്കെ ധരിച്ച് വരാറുണ്ട്. അവർക്ക് വന്ന് അത് പക്ഷേ അത് അവർക്ക് ആ കറക്റ്റ് കല്ല് നമ്മൾ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഈ കല്ല് ഈ 2 കല്ലുകൾ നിങ്ങൾ മാറ്റി വെക്ക്, ബാക്കി കൈ കിടക്കുന്ന കല്ല് മാത്രം ഉപയോഗിക്കുക. ഇപ്പം നമുക്ക് പുതിയതായിട്ട് കല്ലുകളൊന്നും വേണ്ട. നിങ്ങൾ വാങ്ങി ധരിച്ചിരിക്കുന്ന ആ 4 കല്ലിൽ 2 മാറ്റ്, ഈ 2 ഉപയോഗിച്ച് നോക്കാമെന്ന് പറയുമ്പോൾ ചേഞ്ച് വരും ഡെഫിനറ്റ്ലി. ഇതൊരു ശാസ്ത്രമല്ലേ, നമ്മളായിട്ടുണ്ടാക്കുന്നതല്ലല്ലോ ഇത്. ആ ശാസ്ത്രം കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് പിന്നെ 100%. എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇതിലേക്ക് പോകുമ്പം, ഈ രത്നധാരണത്തിലേക്ക് പോകുമ്പം ഈ രത്നം ധരിച്ചു ഉടനെ പെട്ടെന്ന് തന്നെയുള്ള ഒരു മാറ്റം എന്നുള്ളതാണ് ചിലപ്പോൾ ആൾക്കാരുടെ ഒരു ധാരണ. നാളെ തന്നെ മാറ്റം വരും. പിന്നെ എന്ത് ജീവിതത്തിലെ ഒരു മൈനസ് പോയിന്റ് വന്നാൽ അവർ സ്റ്റോണുമായിട്ട് കണക്ട് ചെയ്യും. ഇതുകൊണ്ടാണോ എന്ന് ഉള്ള ഒരു തെറ്റിദ്ധാരണ ഒരുപാട് പേര് വിളിക്കും. കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്, നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പലർക്കും നമ്മൾ ഈ കല്ല് കൊടുത്തിട്ട് സാർ വലിയൊരു മാറ്റം വരുന്നില്ല. കാരണം ഈ മാറ്റം വരാത്തതെന്ന് വെച്ചാൽ സ്യൂട്ടബിൾ കല്ലാണ്, പക്ഷെ അതിന് വേണ്ട തൂക്കമില്ല, ക്യാരറ്റേജ് ഇല്ല. ഇപ്പോൾ 2 ക്യാരറ്റ് 3 ക്യാരറ്റ് വരുമ്പോൾ സാറേ എനിക്ക് 1.5 മതി, ഇപ്പോൾ അതാ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് 1.5 എടുക്കുന്നത്. പിന്നീടാണ് ഇത് പറയുന്നത്. അതേസമയം രണ്ടാമത് അവർക്ക് അത് തന്നെ നമുക്ക് എൻഹാൻസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് സംഭവിക്കും. അവിടെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള രത്നനിർണയവും നല്ല രത്നങ്ങൾ ധരിക്കുകയും വേണം. അതോടൊപ്പം ഈ പറയുന്ന കറക്റ്റ് ക്യാരറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. പെട്ടെന്നൊരു വലിയ ക്യാരറ്റ് മേടിച്ചിടുക എന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ടും സാധിക്കുന്നില്ല. ചെറിയ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ അടുത്തൊരു ബഡ്ജറ്റിൽ കുറച്ചും കൂടെ ഒരു ലോക്കറ്റ്, ഇപ്പോൾ 1 ക്യാരറ്റ് 1.5 ക്യാരറ്റിൻ്റെ ഒരു റൂബി ധരിക്കുകയാണെങ്കിൽ
അടുത്ത ഒരു ലെവലിൽ നമുക്ക് ഒരു ഒരു 2 ക്യാരറ്റിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം. അത് ലോക്കറ്റായിട്ടൊക്കെ ഉപയോഗിക്കാം. പതുക്കെ നമ്മൾ അതിനെ ഒന്ന് കൂട്ടിക്കൊണ്ടു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഞാൻ 2 റൂബിയാണ് ധരിക്കുന്നത്. റൂബിയാണ് എൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റോണ്. വേറെ കല്ലുകളൊന്നും എനിക്ക് അധികം മാച്ചിങ് അല്ല. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഉപയോഗിച്ചു, പിന്നെ ഞാൻ ഇത് ആഡ് ഓൺ ചെയ്തു, അതിൻ്റെ തന്നെ സ്റ്റഡ് ഇട്ടു. അങ്ങനെ അത് പതുക്കെ സ്ലോലി. ഇപ്പം നമ്മളും വില കൊടുത്ത് മേടിക്കണമല്ലോ, അല്ലാതെ നമുക്ക് കടയിലിരിക്കുന്ന എടുത്തെടുക്കുക. ഇതെല്ലാം വില കൊടുത്ത് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതല്ലേ. അപ്പം അതിൻ്റെ നോക്കിയിട്ട് നമ്മുടെ ഒരു ബഡ്ജറ്റ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ്. നമുക്ക് പതുക്കെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാനായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെ. ഈ പറയുന്ന ഇട്ടിട്ട് നമുക്കൊരു എന്താണ് ഒരു മാറ്റം സംഭവിക്കുന്നില്ലെന്ന് പറയുന്നതിന് പിന്നിൽ ഉള്ള കാരണങ്ങൾ ഇങ്ങനെയാവാം. നെക്സ്റ്റ് ഡേയോ 1 മാസമോ 2 മാസം കൊണ്ടൊന്നും അതിൻ്റെ റിസൾട്ട് വരത്തില്ല. നാച്ചുറലായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ കല്ലുകൾ. പ്രകൃതി തന്നിരിക്കുന്ന പ്രകൃതിയുടെ കാര്യങ്ങളൊന്നും ഫാസ്റ്റായിട്ടല്ല. അത് അതിൻ്റെതായ ഒരു സമയമെടുത്ത്. ഇപ്പം നമ്മൾ എന്ത് നല്ല ഫുഡ് ഇന്ന് കഴിച്ചാലും ഇന്ന് വൈകുന്നേരം നമ്മൾ ശരീരം നന്നാവുമോ ആരോഗ്യം വീണ്ടെടുക്കുമൊന്നുമല്ല. എല്ലാം സ്ലോലി ഡോക്ടേഴ്സിൻ്റെ ചെന്നാൽ പോലെ നിങ്ങൾ ഇങ്ങനെ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യേ. അപ്പോൾ സ്ലോലി നിങ്ങൾ റെഡിയാകും. അതിൻ്റെ കൂടെ നടക്കുക, എക്സസൈസ് ചെയ്യുക. അല്ലാതെ ഇന്നിപ്പോൾ ഈ ഫുഡെല്ലാം അവിടെ കഴിച്ചു, നാളെ എഴുന്നേറ്റ് ഓടാമെന്ന് വിചാരിക്കരുത്. ഇത് തന്നെ സെയിം തിങ് ആണ് ഈ സ്റ്റോൺസിൻ്റെ കാര്യത്തിനകത്ത്. ഓക്കെ. ഇപ്പം നമ്മൾ ഈ ലഗ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം നീചപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ലഗ്നം ധനുരാശിയിൽ എന്നിരുന്നാൽ പോലും നമ്മൾ യെല്ലോ സഫയർ കുറച്ച് അധികം ക്യാരറ്റേജ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് സ്റ്റോണുകൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു മാറ്റം അതിലേക്ക് ആ വ്യക്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഈ ധനുരാശി അതായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, ധനുലഗ്നമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ ബോഡി പാർട്സുകളൊക്കെ ഏതൊക്കെയാണ്? ശരിക്കും തൈസ് ആണ് നിൽക്കുന്നത്. തൈസ്, ബാക്ക്, ഈ ഒരു പോർഷനാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അത് നമുക്ക് ലിവർ, കിഡ്നി ഇതൊക്കെ ആയിട്ട് ബന്ധം ഈ പ്ലാനറ്റിനുണ്ട്. ഇത് നമുക്ക് ഈ വ്യാഴം 6th ഹൗസിലൊക്കെ, അതായത് ഇപ്പോൾ ചിങ്ങ ലഗ്നം 6th ഹൗസിൽ വ്യാഴം നീചപ്പെടുന്നതിൽ ഡെഫിനറ്റ്ലി കൊളസ്ട്രോൾ, ട്രൈഗ്ലിസൈഡ്സ്, ഫാറ്റി ലിവറൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ഫാറ്റി ലിവറും ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള പൊസിഷനുള്ള ആൾക്കാർക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മേഖലയല്ല മെഡിസിൻ മേഖല, എന്നാലും നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടത്. അപ്പോൾ അതിനകത്ത് തന്നെയല്ല പാൻക്രിയാസുമൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കും കൂടെ ഉള്ളൊരു ചൂണ്ടുപലകയും കൂടെ ആണല്ലോ ഈ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നെ ഈ ലഗ്നം ഇപ്പോൾ ധനുലഗ്നം എന്നല്ല, ഏത് ലഗ്നവും അവനവൻ്റെ ശരീരവും അവനവൻ്റെ ആരോഗ്യസ്ഥിതിയുമാണ്. ലഗ്നാധിപൻ മോശ സ്ഥാനത്ത് പോയി നിന്നാൽ ആൾക്ക് എപ്പോഴും ഒരു ഹെൽത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല അവരുടെ ഹെൽത്ത് തന്നെയാണ്. ലഗ്നാധിപൻ 6th ഹൗസിൽ, 8th ഹൗസിൽ, 12th ഹൗസൊക്കെ ഈ ഹോസ്പിറ്റലൈസേഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ആശുപത്രി കയറി ഇറങ്ങുന്ന ഒരവസ്ഥാവിശേഷം. എന്നാൽ ഈ ധനു ലഗ്നത്തിൻ്റെ അധിപൻ തന്നെ 6th ഹൗസിൽ പോയി നിൽക്കുന്നു. ഈ വ്യാഴം 6 പോയി ഞാൻ പലപ്പോഴും വളരെ ചെറിയ ക്യാരറ്റ് അല്ലെങ്കിൽ സെമി പ്രീഷ്യസ് ആയിട്ടുള്ള സിട്രിനോ ടോപ്പാസോ ഞാൻ കൊടുക്കാറ്. അതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിലത് ആ ഒരു എലസഫയർ കൊടുക്കുന്നതിനേക്കാളും മെച്ചം ഒന്നുമില്ല. എലസഫയർ വളരെ ചെറിയ ക്യാരറ്റോ അല്ലെങ്കിൽ സെമി പ്രീഷ്യസോ ആണ് അവിടെ കൊടുക്കുന്നത്. ലഗ്നാധിപൻ ധനു ലഗ്നത്തിൻ്റെ അധിപൻ 7th ഹൗസിൽ പോയി. ഞാൻ പറഞ്ഞല്ലോ 7th ഹൗസ് ഒരു മാരകസ്ഥാനമാണ്. അവിടെ നമുക്ക് കല്ല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെമി പ്രീഷ്യസ് കൊടുക്കുന്നതാണ് നല്ലത്. അതായത് ഹാർഡ്നെസ് കുറവാണ്, ഒരു ചെറിയ ഫ്ലോ അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും, അത് കിട്ടുകയും ചെയ്യും. സെമി പ്രീഷ്യസ് രത്നങ്ങളൊന്നും മോശമല്ല. ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഹാർഡ്നെസ് കുറവുണ്ട്, അതിന് അവൈലബിലിറ്റി കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ വില കുറവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഇതിന് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ദിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് കാര്യങ്ങൾ? ധനു രാശി എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രപരമായിട്ട് വടക്ക് പടിഞ്ഞാറ് ദിശയാണ് വരുന്നത്. വായുകോണാണ്. അപ്പോൾ അതിനകത്ത് ആ ദിക്കുകളിൽ വടക്ക് പടിഞ്ഞാറ് ആണ്. അവിടുന്ന് വടക്ക് പടിഞ്ഞാറ് കോണില്ല, അതുകൊണ്ട് ജലാശയം പാടില്ല എന്ന് പറയും.
എന്നാൽ ആ വടക്ക് പടിഞ്ഞാറ് ആ ധനു രാശി കഴിഞ്ഞ് മകരം മുതൽ മീനം, മേടം, ഇടവത്തിൻ്റെ ആ ഒരു വരെയുള്ള ജലരാശികളാണ്. മീനൻ രാശി പക്കാ ജലരാശിയാണ്, കിണറൊക്കെ കുടിക്കുന്ന അവിടെയാണ് കൂടുതലും. പക്ഷേ ആ കറക്റ്റ് ധനു രാശിയിൽ അത് വാസ്തു വിദഗ്ധർ വന്നാൽ അവരത് ഡിവിഷൻ ചെയ്യുന്നത് ധനുരാശി ഉണ്ട്, അത് അവോയ്ഡ് ചെയ്യാൻ പറയും. രാശി കഴിഞ്ഞിട്ടാണ് അവർ അത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് പോകുന്നത്, ദിക്കുകൾ പോകുന്നത്. അപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രാശികൾക്കും അവരുടെ ദിക്കുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു ചാർട്ട് എടുത്താൽ പല കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നമ്മളിപ്പോൾ എല്ലാം ടച്ച് ചെയ്ത് ചെറുതായിട്ട് പറഞ്ഞു പോവുക ചെയ്യുന്നത് ഇപ്പം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ 5th ഹൗസ് എന്ന് പറയുന്നത് മേടമാണ്. ധനുവിൻ്റെ 5th ഹൗസ് മേടം, അത് ചൊവ്വയാണ്. സാധാരണഗതിയിൽ ചൊവ്വയുടെ കല്ലുകൾ നമ്മളവിടെ കൊടുക്കാറുണ്ട്. മേടത്തിൻ്റെ 5th ഹൗസ്. 9th ഹൗസ് എന്ന് പറയുന്നത് ചിങ്ങമാണ്, സൂര്യൻ. അപ്പോൾ സൂര്യൻ്റെ കല്ലുകളും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വ്യാഴം, ചൊവ്വ, സൂര്യൻ, ഇത് മൂന്നും ഫ്രണ്ട്ലി പ്ലാനറ്റ്സുമാണ്. ഇവരുടെ സ്റ്റോണുകൾ നമുക്ക് കൊടുക്കാവുന്ന ജനറലായിട്ട് പറയാം. അതേസമയം ഈ 5th ഹൗസ് ചൊവ്വയുടെയാന്ന് പറഞ്ഞു, അത് ആ ചൊവ്വ പോയി 6th ഹൗസിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ലഗ്നക്കാർക്ക് അത് കൊടുക്കാൻ വകുപ്പില്ല. ഇനി ചിങ്ങത്തിൻ്റെ സൂര്യൻ ഭാഗ്യാധിപനായിരിക്കുന്ന അത് 8th ഹൗസിൽ പോയെന്ന് വിചാരിക്കുക, അന്നേരം റൂബി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ധനുലഗ്നക്കാരൻ ആ ധനുവിൻ്റെ കല്ല് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവർക്ക് പേഴ്സും മാച്ചിങ് അല്ല, മുത്ത്. നമ്മൾ ധനുലഗ്നത്തിൽ ഈ ചൊവ്വ വന്നാലുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വന്നിരുന്നത്. അതായത് ഇവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രത്നങ്ങളിൽ യെല്ലോ സഫിയർ പറ്റും, അതുപോലെ തന്നെ റെഡ് കോറൽ പറ്റും. ചൊവ്വയുടെ കല്ലായിട്ടുള്ള റെഡ് കോറൽ പറ്റും, സൂര്യൻ്റെ കല്ലായിട്ട് റൂബി പറ്റും. അത് ഇൻ ജനറൽ എന്താ പറയുക. പക്ഷെ ആ വ്യക്തിയുടെ ചാർട്ടിൽ ഈ ചൊവ്വ പോയി 6th ഹൗസിലോ 8th ഹൗസിലോ പോയി നിൽക്കുന്നെങ്കിൽ ആ കോറിൽ തൊടാൻ കൊള്ളത്തില്ല. പിന്നെ ഈ ഭാഗ്യാധിപനായിരിക്കുന്ന സൂര്യൻ 8th ഹൗസിലാണ് പോയി നിൽക്കുന്നതെന്ന് വിചാരിക്കുക, കർക്കിടകത്തിൽ കൊള്ളത്തില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വ്യക്തിപരമായ ഒരാളുടെ ചാർട്ടാണ് ഇതിനൊക്കെ ആധാരമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഞാൻ ധനുലഗ്നം പറഞ്ഞ് ഓടിപ്പോയി റൂബിയോ കോറലോ മേടിച്ച് ഇടരുത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ പൊസിഷനിങ് ആണ് അന്നേരം നോക്കുന്നത്. പൊസിഷൻ കറക്റ്റ്. ഇപ്പോൾ 5ാം ഭാവാധിപനായിരിക്കുന്ന ചൊവ്വ 5ൽ നിൽക്കുകയാണെങ്കിൽ ആ ചൊവ്വ വളരെ പോസിറ്റീവാണ്. 5 നമ്മുടെ മനസ്സ്, പൂർവ്വ പുണ്യ ക്ഷേത്രം, ഇതൊക്കെ ആയിട്ടാണ് ഹെൽത്തും ആയിട്ടും റിലേഷനാണ് ചൊവ്വയ്ക്ക്. കോറൽ കൊടുക്കാം. അപ്പോൾ ഈ ചൊവ്വയാണ് ആ വ്യക്തിയെ കൂടുതൽ സ്വാധീനിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ആ വ്യക്തിയുടെ ഒരു പ്രത്യേകത? ആ വ്യക്തി എങ്ങനെയായിരിക്കും ഈ ഒരു രാശിയിൽ അല്ലെങ്കിൽ ലഗ്നത്തിൽ? ധനുരാശിയിലോ ധനു ലഗ്നത്തിലോ ആണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ആള് നല്ല ഗുഡ് ഇൻ സ്പോർട്സ് എന്ന് വേണം പറയാം. കായിക രംഗത്ത് ആള് ഭയങ്കര ഒരു ഉയർന്ന പൊസിഷനിലേക്ക്. പിന്നെ ഷൂട്ടിങ്, അതെനിക്ക് തോന്നുന്നു ആ ഒരു അതിൻ്റെ സിമ്പിൾ തന്നെ അത് തന്നെ. ആർച്ചറി എല്ലാം ബെസ്റ്റായിട്ട്. കാരണം വളരെ കായിക ബലവും കായിക ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്ലാനറ്റ് തന്നെ ചൊവ്വയാണ്. അത് ധനുവിൽ വന്നാൽ ഈ വക കാര്യങ്ങൾ, ഷൂട്ടിങ്ങും കാര്യങ്ങളും സ്പോർട്സും ഓട്ടവും ആക്ടിവിറ്റീസിലും ഒക്കെ ഭയങ്കര അഗ്രഗണ്യനായിരിക്കും ആളും. ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര എപ്പോഴും എനർജി ആയിരിക്കും. അവർക്ക് ആ എനർജി അവർക്ക് ഓടിയോ അവർക്ക് ആ സ്പോർട്സും എക്സ്ട്രാ കരിക്കുലർ കൂടി അത് കഴിയാൻ അങ്ങനെ ചെയ്യണം. അത് കായികം, അത് കളരി, മാർഷ്യൽ ആർട്സിലൊക്കെ ബെസ്റ്റായിരിക്കും. ഈ ധനുവിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ പേരൻസോട് പറയും, ഇവനെ കളരിയിലോ മാർഷ്യൽ ആർട്സിലോ സ്പോർട്സിലോ കൊണ്ടി ആളെ ഉൾപ്പെടുത്തണം. അങ്ങനെയുള്ള ഒരു ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് സർവീസ്, മിലിറ്ററി കാര്യങ്ങളിലേക്കും കടന്നു, ഇൻവെസ്റ്റിഗേഷൻ, ചുമ ഇൻവെസ്റ്റിഗേഷൻ്റെ കൂടെ ആളാണ്, ക്രൈമാണ്, ആ ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയൊരു ഹൗസ്, ഒരു ചെറിയ രാശി എടുത്ത് വെച്ച് നോക്കിയിട്ട് ആ വ്യക്തിയുടെ നോക്കുകയാണെങ്കിൽ പല പല പോയിൻറ്റ്സ് നമുക്ക്, പ്ലസ് ആൻഡ് മൈനസ് പോയിൻറ്റ്സ് നമുക്ക് പറയാനെടുക്കാൻ പറ്റും. പിന്നെ ചന്ദ്രൻ ഇവിടെ നമുക്ക് അഷ്ടമാധിപനായതുകൊണ്ട് പലർക്കും ധനു ലഗ്നക്കാർക്ക് ഈ ചന്ദ്രൻ്റെ സ്റ്റോൺ അങ്ങോട്ട് മാച്ചിങ് ആകാറില്ല. കാരണം ഈ ചന്ദ്രൻ നമുക്ക് മനസ്സിൻ്റെ ഒരു കാരഗ്രഹം.
മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് പുള്ളിയാണ്. ഒരാളുടെ മാനസിക നില ചന്ദ്രനാണ്. ആ ചന്ദ്രനെ നോക്കിയാൽ നമുക്ക് ഒരാളുടെ മാനസിക നില കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ വ്യാഴത്തിൻ്റെ പൊസിഷൻ നോക്കിയാൽ ഈ വ്യക്തിക്കുള്ള ദൈവാധീനവും അനുഗ്രഹങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി. എന്നുപോലെ ചന്ദ്രനെ നോക്കുവാണെങ്കിൽ അയാളുടെ മാനസിക നില അല്ലെങ്കിൽ മനസ്സിന് ധൈര്യമുള്ള ആളാണോ. അപ്പോൾ ചന്ദ്രൻ എപ്പോഴും ഹെൽത്ത് റിലേറ്റഡ് ആണ്. ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഒരു ആരോഗ്യപരമായ നില, കാരണം ബ്രീത്തിങ് അല്ലേ, ബ്രീത്തിങ്ങും ലങ്സും ഹാർട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ഘടകമല്ലേ. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണല്ലോ മനുഷ്യനെ അവസാന കാലഘട്ടത്തിലൊക്കെ ബുദ്ധിമുട്ടിക്കണം. കൊച്ചു പിള്ളേർക്ക് എത്ര പേർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട്. പരീക്ഷാ സമയമാകുമ്പോഴത്തേക്കും വലിവ്, ആൻസൈറ്റി വരുമ്പം വലിവ് വരും. എന്ത് മാനസിക പ്രശ്നം വന്നാലും ഉടൻ തന്നെ ഈ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരിക, അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റായി പോവുക. ഈ രണ്ട് സിംറ്റംസ് എപ്പോഴും ഉണ്ട്. അതാണ് നമുക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്നൊരു പാനിക് സിറ്റുവേഷനിൽ ഒന്നും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഈ ചന്ദ്രൻ്റെ പ്രത്യേകതയാണ്, ഇൻഫ്ലുവൻസ് ആണ്. എത്ര നല്ല ചാർട്ടിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ സ്ഥിതി, ആ ഗ്രഹനിലയുടെ സ്ഥിതികൾ നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, സ്റ്റോണിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ആ വ്യക്തിക്ക് അവിടെ ഒരിക്കലും ഈ പറയുന്ന ചന്ദ്രൻ്റെ സ്റ്റോൺ ഒരിക്കലും മാച്ച് ആവില്ല, പറ്റില്ല. അതായത് പേളോ മൂൺ സ്റ്റോൺസോ ഒന്നും കൊടുക്കാനും പറ്റില്ല. പക്ഷെ അവൾക്ക് ഈ വ്യക്തിക്ക് നമുക്ക് ഈ റെഡ് കോറൽസ് മാച്ചിങ് ആണ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ധനു ലഗ്നം തന്നെ ലഗ്നാധിപൻ വ്യാഴമാണ്, അതൊക്കെ ഓക്കെ. പക്ഷെ ചന്ദ്രൻ കർക്കിടകത്തിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിക്കാം. ഈ പുണർദം പൂയ മാലിന്യക്കാർക്കെല്ലാം ആ ഒരു കർക്കിടകത്തിലായിരിക്കും അവിടെ ചന്ദ്രൻ നിൽക്കുന്നത്. എങ്കിൽ പോലും പലർക്കും നമ്മൾ മൂൺ സ്റ്റോൺ കൊടുത്താൽ അവർക്ക് പിടിക്കാതെ വന്നിട്ടുണ്ട്. അത് അവോയ്ഡ് ചെയ്യുന്ന നല്ല. 8th ഹൗസിലെ സ്റ്റോൺസുകൾ കഴിയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യും. അതാണ് എൻ്റെ സ്ഥിതി നല്ലത്. ഓക്കെ, മറ്റുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള രത്നങ്ങളിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ. അപ്പോൾ ഈ വ്യക്തിക്ക് സാറ് പറഞ്ഞു, ഇപ്പം ആ ധനുരാശിക്കാർക്ക് ഈ ചൊവ്വയുടെ സ്വാധീനം വരുമ്പം ആൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു. ആൾ സ്പോർട്സിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലൊക്കെ ആൾ ഭയങ്കര ആക്റ്റീവായിരിക്കും. റെഡ് പ്ലാനറ്റിൻ്റെ ചൊവ്വയുടെ ആ ഒരു എനർജിയും കൂടെ വരുമ്പോൾ ആള് എപ്പോഴും ഒരു എനർജറ്റിക് ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ പറഞ്ഞ പോലെ ഈ കായികപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആൾ ഇൻവോൾവ് ആകണം. കാരണം ആ എനർജി എക്സ്പ്രസ് ചെയ്യാൻ പോകാനായിട്ട്. പിന്നെ അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ആൾക്ക് ചൊവ്വയും കൂടെ ആൾക്ക് വളരെ സൂട്ടബിൾ ആണ്. അവിടെ നമ്മൾ റെഡ് കോറിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടേജ് നമ്മൾ അധികം ഉപയോഗിക്കാൻ നമ്മൾ അതിൻ്റെ ഡിവിഷണൽ D9 ചാർട്ടൊക്കെ നോക്കണം. ഈ ചൊവ്വ നല്ല ഉച്ചത്തിലൊക്കെയാണ് അംശകമൊക്കെ ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരുപാട് ക്യാരക്ടേജ് വേണ്ട. കാരണം ഓവർ കോൺഫിഡൻസ് കൊണ്ട് ആൾ താഴെ പോകും. ഓവർ ആക്ടിവിറ്റീസ്. അപ്പോൾ അതിൻ്റെ കോറൽസ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ക്യാരക്ടേജ് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടേ കൊടുക്കാറുള്ളൂ. ചിലർക്ക് ഹയർ ക്യാരറ്റ്സ് മാച്ചിങ് ആണ്, ചിലർക്ക് ചെറിയ ക്യാരറ്റ് അല്ലെങ്കിൽ 3 to 4 അല്ലെങ്കിൽ ബിലോ 5 ക്യാരറ്റ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു ചന്ദ്രൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഈ ധനു രാശിയിൽ അല്ലെങ്കിൽ ധനു ലഗ്നത്തിൽ ഈ ചന്ദ്രനാണ് കൂടുതൽ ഇയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്നെങ്കിൽ എന്തായിരിക്കും ആൾക്കുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജസ്? നല്ല ധനുലഗ്നക്കാർക്ക് നല്ല രീതിയിൽ നിന്നാൽ ഈ പറയുന്ന മാനസികമായിട്ടുള്ള വലിയ പ്രോബ്ലംസ് ഒന്നും കാണാനില്ല. എന്നാൽ പോലും മനസ്സിനൊരു വേവറിങ് മെൻറ്റാലിറ്റി എപ്പോഴും കാണാൻ ചാൻസസ് കൂടുതലാണ്. നീചത്തിലാണെങ്കിൽ പറയണ്ട. ഇപ്പം വൃശ്ചികം എന്ന് പറയുന്ന ഹൗസ് ചന്ദ്രൻ്റെ നീചപ്പെട്ട രാശിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ധനുലഗ്നവും അതുപോലെ ചൊവ്വയുടെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതേപോലെ തന്നെ ഈ ഇതിൽ ചന്ദ്രൻ ഒരു റോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം. അതൊരടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. നമസ്കാരം.